ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ജീവിതം പലവിധ പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും നിറഞ്ഞതാണ്. ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ ദിനംപ്രതി ചെയ്യുന്നുണ്ട്. ചിലതിന് ഉടൻ തന്നെ ഉത്തരം കിട്ടുന്നു, ചിലത് വൈകുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും, എൻ്റെ ദുആ അള്ളാഹു കേട്ടില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ കണ്ണീര് അള്ളാഹു കാണുന്നില്ലല്ലോ എന്ന്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ. ഇത് പാരായണം ചെയ്താൽ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്നു കിട്ടും. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. അതിലെ അവസാന 2 ആയത്തുകളാണ് ആമന റസൂലു എന്ന് തുടങ്ങുന്നതും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ എന്ന് തുടങ്ങുന്നതും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും രാത്രി ഈ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ അത് അവന് മതിയാകും. ഇവിടെ മതിയാകും എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സംരക്ഷണം, അള്ളാഹു ദുആ ഏറ്റെടുക്കുന്നത്, അതുപോലെ പിശാചിൽ നിന്നുള്ള രക്ഷ എന്നൊക്കെയാണ്. ആയത്തുകളുടെ ഉള്ളടക്കം പരിശോധിക്കുകയാണെങ്കിൽ ആമന റസൂലു എന്ന് തുടങ്ങുന്ന ആയത്തിൽ പ്രവാചകൻ വിശ്വസിച്ചു, അതുപോലെ വിശ്വാസികൾ വിശ്വസിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ദുആയ്ക്ക് അടിസ്ഥാനമായത് വിശ്വാസം തന്നെയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ച് ഹൃദയത്തിൽ ഉറച്ച വിശ്വാസം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഈ ആയത്തിലൂടെ പറയുന്നു. അതിനുശേഷമുള്ള ആയത്തായ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹു ഒരാളോടും അവൻ്റെ കഴിവുകൾക്കുമപ്പുറം ബാധ്യത നൽകുന്നില്ല. ജീവിതത്തിലെ പരീക്ഷണങ്ങൾ അത് നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവ തന്നെയാണ്. ആമന റസൂൽ പാരായണം ചെയ്യുന്നതിലൂടെ നാം അള്ളാഹുവോട് ദുആ ചെയ്യുകയാണ്. ഈ ആയത്തുകൾ എന്നത് ഒരു പൂർണ്ണ ദുആ തന്നെയാണ്. ദുആയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അത് നാം ആമന റസൂലിലൂടെ അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട്. 1. സ്വയം സമ്മതിക്കൽ, നമ്മൾ പിഴവുകൾ ചെയ്യുന്നവരാണ്. 2. ക്ഷമ ചോദിക്കൽ, അള്ളാഹു നമ്മോട് ക്ഷമിക്കണമേ. 3. വിജയം അപേക്ഷിക്കൽ, നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനാൽ രാത്രിയിൽ ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നു, അള്ളാഹുവോട് ക്ഷമ ചോദിക്കുന്നു, അതുപോലെ അള്ളാഹുവോട് സഹായം അപേക്ഷിക്കുന്നു. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ദുആയെ അള്ളാഹു കേൾക്കാതെ വിടുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിച്ചത് ആമന റസൂൽ ഉറങ്ങാൻ മുമ്പ് നിങ്ങൾ പാരായണം ചെയ്യുക എന്നതാണ്. അത് പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്താണ്. അതുപോലെ നമസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യുക. നമ്മുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറഞ്ഞു പോകും. കഠിന പ്രശ്നങ്ങളിൽ ഇത് പാരായണം ചെയ്തതിനു ശേഷം പ്രത്യേകമായി ദുആ ചെയ്യുക. വിശ്വാസത്തോടെ ഇത് മതിയാകും എന്ന് പ്രവാചകൻ പറഞ്ഞതിനാൽ നമ്മൾക്ക് ധൈര്യം വരും. നിരവധി സഹാബികൾ ഈ ആയത്തുകൾ പതിവാക്കിയിരുന്നു. ഒരാൾ പറഞ്ഞു, എൻ്റെ ദുആക്ക് എപ്പോഴും ഉത്തരം കിട്ടി, കാരണം ഞാൻ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആമന റസൂൽ പാരായണം ചെയ്തിരുന്നു. ഇന്നും പലരും ആമന റസൂലിൻ്റെ നേട്ടം അനുഭവിക്കുന്നുണ്ട്. അവരുടെ ആശങ്കകൾ കുറയുന്നു, ഹൃദയം ശാന്തമാകുന്നു, അവരുടെ ദുആ സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഫ്രണ്ട്സ്, സൂറത്തുൽ ബഖറയുടെ അവസാന 2 ആയത്തുകൾ, അതിൽ വിശ്വാസം, ക്ഷമ, സഹായം, അങ്ങനെ എല്ലാം അടങ്ങിയ ദുആയുടെ ഒരു പൂർണ്ണ രൂപം തന്നെയാണ്. അതിനാൽ ഉറങ്ങാൻ മുമ്പ് ജീവിതത്തിലെ ആശങ്കകളിൽ, വിഷമങ്ങളിൽ ആമന റസൂല് പതിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും അനുഭവിക്കാം, എൻ്റെ ദുആയ്ക്ക് ഉത്തരം കിട്ടിയെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.